അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടിയത് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്. 17 വയസ്സ് കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ ആ ധ്യാനത്തിൽ അവസാന ദിവസം എനിക്കൊരു പ്രത്യേക അഭിഷേകം കിട്ടി. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ജെറുസലേമിലും സമരിയായാലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും എൻ്റെ സാക്ഷിയായിരിക്കുമെന്ന്. കഴിഞ്ഞ 5-6 വർഷമായിട്ടാണ് സ്ഥിരമായിട്ട് യൂട്യൂബിലൂടെയും പിന്നെ ധ്യാനമന്ദിരങ്ങളിലും പള്ളികളിലും ഒക്കെ പോയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും സുവിശേഷം ക്രിസ്തുവിൻ്റെ വചനം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. കർത്താവ് എന്നോട് എന്ത് പറയാൻ പറയുന്നു അത് ഞാൻ പറയുന്നു. ഞാനൊരു സ്വരം കേൾക്കുക, ഞാൻ ഈ ജനത്തോട് പറയാൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നീ അവരോട് പറഞ്ഞു എന്നൊരു സ്ട്രിക്റ്റായിട്ടൊരു വോയിസ് ഞാൻ കേൾക്കുവാണ്. ആർക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് ഒരു 100% ഉറപ്പാണ് ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുന്നതെന്ന്. കാരണം എനിക്ക് സംസാരിക്കാനുള്ള വലിയ വാക്ചാതുര്യമുള്ള വ്യക്തിയൊന്നുമല്ല. കർത്താവ് എന്നെ ആദ്യത്തെ ദിവസം തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ, അത് പലതരം സ്പിരിറ്റുകൾ സംസാരിക്കാം, പക്ഷേ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും അതിനെ നിന്ദിക്കുവാണെങ്കിൽ, ആരെങ്കിലും അത് ഒരു ബഹുമാനക്കുറവോടെ ഇരിക്കുവാണെങ്കിൽ അത് അവർക്ക് നല്ലതല്ല. അപ്പം അങ്ങനെ ഇൻസ്ട്രുമെൻ്റായി സമർപ്പിച്ച മനുഷ്യർ എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, പലതരം ആത്മാക്കളുണ്ട്. അത് നമ്മൾ വിവേചിച്ചറിയുക, അവരുടെ ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ വിവേചിച്ചറിയുക അവരേത് തരത്തിലുള്ള ആൾക്കാരാണെന്ന്. പക്ഷേ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നവർ അതേ ബഹുമാനത്തോടും അതേ ആദരവോടും കൂടി അത് റിസീവ് ചെയ്യണം. ഹായ് എവരി വൺ. സോ ഇന്നൊരു മലയാളം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയമാണ്. ഞാൻ ജസ്റ്റ് ഇംഗ്ലീഷ് വീഡിയോ റെക്കോർഡ് ചെയ്തു. സോ അതാണ് എൻ്റെ ഒരു സ്കെഡ്യൂള്. സാറ്റർഡേ ഈവനിങ് ഒരു ഇംഗ്ലീഷ് വീഡിയോ റെക്കോർഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു മലയാളം വീഡിയോ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇപ്പം മലയാളം വീഡിയോ റെക്കോർഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ സുവിശേഷ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ പഠിച്ച ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അത് സുവിശേഷം ചെയ്യുന്നവർക്കും സുവിശേഷം കേൾക്കുന്നവർക്കും ഒക്കെ ഒത്തിരി ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടിയത് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ്. 17 വയസ്സ് കഴിഞ്ഞ് കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനൊരു ഫുൾ ധ്യാനം കൂടുന്നത്. അപ്പോൾ ആ ധ്യാനത്തിൽ അവസാന ദിവസം എനിക്കൊരു പ്രത്യേക അഭിഷേകം കിട്ടി. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ജെറുസലേമിലും സമരിയായാലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും എൻ്റെ സാക്ഷിയായിരിക്കുമെന്ന്. എങ്കിലും ആ വാഗ്ദാനം എനിക്ക് തന്നു. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സുവിശേഷം ഷെയർ ചെയ്യുമായിരുന്നെങ്കിലും കഴിഞ്ഞ 5-6 വർഷമായിട്ടാണ് സ്ഥിരമായിട്ട് യൂട്യൂബിലൂടെയും പിന്നെ ധ്യാനമന്ദിരങ്ങളിലും പള്ളികളിലും ഒക്കെ പോയിട്ട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും സുവിശേഷം ക്രിസ്തുവിൻ്റെ വചനം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു 5-6 വർഷമേ അപ്പോൾ ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതെന്നെ കർത്താവ് തുടക്കം തൊട്ട് ഞാൻ ആദ്യമായിട്ട് സുവിശേഷം പറയാൻ എഴുന്നേറ്റ നിമിഷം തൊട്ട് ഇന്ന് വരെ എന്നെ കോൺസ്റ്റൻ്റ്ലി ദൈവം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇത് സുവിശേഷം പറയുന്ന എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ സുവിശേഷം കേൾക്കുന്ന ആൾക്കാർക്കും. കർത്താവ് എന്നോട് പറഞ്ഞാണ്, ശരിക്കും ഞാൻ എപ്പം എവിടെ പോയാലും ആദ്യത്തെ എൻ്റെ സുവിശേഷ പ്രസംഗം തൊട്ട് ഇന്ന് വരെയും എല്ലാ പ്രാർത്ഥനയിലും എല്ലാ വേദികളിലും ഞാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. കർത്താവ് എന്നോട് എന്ത് പറയാൻ പറയുന്നു അത് ഞാൻ പറയുന്നു. അത് ഞാൻ ആർക്ക് ഇഷ്ടപ്പെടുകയില്ലോ എന്ന് നോക്കുന്നില്ല. കുറച്ചൊക്കെ നോക്കും, ആൾക്കാരെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ കുറച്ച് ട്രൈ ചെയ്യും. പക്ഷേ ആരെങ്കിലുമൊക്കെ ഹേർട്ടാവും. നമ്മൾ എല്ലാവർക്കും എല്ലാ സത്യങ്ങളും ഇഷ്ടപ്പെടത്തില്ല അല്ലേ? ഓരോരുത്തർക്കും അവരുടേതായ ബോധ്യങ്ങളും ധാരണകളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന, ഞാൻ ഈ ജനത്തോട് പറയുന്നതെല്ലാം നീ പറയണം. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ അതെനിക്കൊരു സിന്നാണ്. അപ്പം ചിലപ്പോഴൊക്കെ ആദ്യമൊക്കെ കാലങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ആൾക്കാരെ ഒഫൻഡ് ചെയ്യാതെ സത്യങ്ങൾ പറയാൻ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ധ്യാനത്തിന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വന്നപ്പം ഞാനൊരു സ്വരം കേൾക്കുക, ഞാൻ ഈ ജനത്തോട് പറയാൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നീ അവരോട് പറഞ്ഞു എന്നൊരു സ്ട്രിക്റ്റായിട്ടൊരു വോയിസ് ഞാൻ കേൾക്കുവാണ്. അപ്പം ഞാൻ ശരിക്കും പേടിച്ചു പോയി. ദൈവമേ, നീ പറയാൻ ആഗ്രഹിച്ച എല്ലാ കാര്യം, നീ പറയാൻ എന്നോട് ഏൽപ്പിച്ച എല്ലാം ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് എന്താണ് അതിൻ്റെ മെസ്സേജ് എന്ന് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അയ്യോ, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നീ തന്നെ എൻ്റെ നാവിൻ്റെ നിയന്ത്രണത്തെ പരിപൂർണമായി ഏറ്റെടുക്കണം. ഒരു കാര്യത്തിലും മനുഷ്യർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്ന് വിചാരിച്ച് ഞാനത് പറയാതിരിക്കത്തില്ല എന്ന് കർത്താവിനോട് പറഞ്ഞു. അപ്പം കർത്താവ് എന്തു പറയാൻ പറയുന്നു അതാണ് ഞാൻ എൻ്റെ day 1 തൊട്ട് ഇന്ന് വരെ പിന്തുടരുന്നത്.
അപ്പം ആർക്ക് വിശ്വാസമില്ലെങ്കിലും എനിക്ക് ഒരു 100% ഉറപ്പാണ്, ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എൻ്റെ അധരങ്ങളിലൂടെ സംസാരിക്കുന്നതെന്ന്. കാരണം എനിക്ക് സംസാരിക്കാനുള്ള വലിയ വാക്ചാതുര്യമുള്ള വ്യക്തിയൊന്നുമല്ല. ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള, റിസർവ്ഡ് ആയിട്ടുള്ള, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് അതിനൊരു വലിയ താല്പര്യവുമുള്ള ആളല്ല. ദൈവം ആരോ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നത് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ കൽപ്പനയെ നമുക്ക് മറികടക്കാൻ പറ്റാത്തത് കൊണ്ടും അവൻ്റെ നിർബന്ധത്തെ നമുക്ക് മറികടക്കാൻ പറ്റാത്തത് കൊണ്ടും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അല്ലാതെ അതൊരു ഫോഴ്സാണ്, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. അതൊരു അഗ്നി പോലെയാണ്, നമ്മളോട് പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ പോലെയാണ്. പക്ഷേ അതെൻ്റെ നാച്ചുറൽ സെൽഫാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ നാച്ചുറൽ സെൽഫ് അല്ല. അപ്പം അതെനിക്കിഷ്ടമല്ല, എൻ്റെ കാര്യങ്ങളിങ്ങനെ പറയാനും ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് ഞാൻ. അപ്പം എൻ്റെ ഒരു ദൈവത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ആരോടും 6 വർഷം മുമ്പ് ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതെനിക്ക് ഒട്ടും ഒരു താല്പര്യമുള്ള കാര്യമല്ല. പക്ഷെ ദൈവം പറയുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം കർത്താവ് എന്നെ ആദ്യത്തെ ദിവസം തന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കർത്താവ് പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ, പലതരം സ്പിരിറ്റുകൾ സംസാരിക്കാം, പക്ഷേ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ ആരെങ്കിലും അതിനെ നിന്ദിക്കുവാണെങ്കിൽ, ആരെങ്കിലും അത് ഒരു ബഹുമാനക്കുറവോടെ ഇരിക്കുവാണെങ്കിൽ അത് അവർക്ക് നല്ലതല്ല. അതായത് ദൈവത്തിൻ്റെ വചനം, ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരു വ്യക്തിയിലൂടെ തന്നെ. ദൈവം മനുഷ്യരിലൂടെയാണ് സംസാരിക്കുന്നത്, അല്ലേ? ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്, അല്ലാതെ അശരീരിയായിട്ടല്ല ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിനൊരു ഇൻസ്ട്രുമെൻ്റ് വേണം, അല്ലേ? അപ്പം അങ്ങനെ ഇൻസ്ട്രുമെൻ്റായി സമർപ്പിച്ച മനുഷ്യർ, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, പലതരം ആത്മാക്കളുണ്ട്. അത് നമ്മൾ വിവേചിച്ചറിയുക, അവരുടെ ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ വിവേചിച്ചറിയുക അവരേത് തരത്തിലുള്ള ആൾക്കാരാണെന്ന്. പക്ഷേ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അതേ ബഹുമാനത്തോടും അതേ ആദരവോടും കൂടി അത് റിസീവ് ചെയ്യണം. അപ്പം ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഭയത്തോടും വിറയലോടും ബഹുമാനത്തോടും കൂടിയാണ് പോകുന്നത്. അപ്പം നമ്മൾ അൾത്താരയിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ശരിക്കും ഞാൻ ആ ദൈവത്തെ ഒത്തിരി ബഹുമാനിച്ചും ശരിക്കും ആ ഹോളി ഓഫ് ഹോളീസിൽ നിൽക്കുന്നു എന്ന വലിയൊരു ബോധ്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് പറഞ്ഞാൽ ഒരു ഭയവും വിറയലും, അല്ലേ? ഭയത്തോടും വിറയലോടും കൂടിയാണ് ഞാൻ ദൈവത്തെ സെർവ് ചെയ്യുന്നത്. ഞാനത് ലൈറ്റായിട്ടല്ല ചെയ്യുന്നത്, അതൊരു കെയർലെസ് ആയിട്ടല്ല അതിനെ ചെയ്യുന്നത്. അതിന് ഞാനൊരു വില പോലും കൊടുക്കുന്നില്ല. അത് പ്രൈസ്ലെസ് ആണ് എൻ്റെ കണ്ണിൽ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മൾ എവിടെ പോയാലും ഞങ്ങൾക്ക് പൈസ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്, നമുക്കതിൻ്റെ ആവശ്യമില്ല. സുവിശേഷം ചെയ്യുന്നവർ സുവിശേഷത്താൽ ജീവിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അതിനൊരു വലിയ സ്ഥാനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു പൈസ എന്നൊരു ആസ്പെക്റ്റ് പോലും അതിന് നമ്മൾ ടാഗ് ചെയ്യാൻ പാടില്ല. അത്രയും വില കൊടുത്ത് അത്രയും സ്നേഹത്തോടെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അത് ലൈറ്റായിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ ദൈവം എന്നോട് പറയുന്നത്, ആ കേൾക്കുന്നവരും അതേ രീതിയിൽ തന്നെ അത് റിസീവ് ചെയ്യണമെന്ന് നീ ഇൻസിസ്റ്റ് ചെയ്യണം. അത് ദൈവം എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി പോലെ തന്നിരിക്കുക. അത് എനിക്ക് വില തരാനല്ല. നിങ്ങളെനിക്ക് വില തന്നില്ലെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. മൈ റിവാർഡ് ഈസ് സേഫ് വിത്ത് ഗോഡ്, അല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എൻ്റെ റിവാർഡ് എൻ്റെ ദൈവത്തിൽ നിന്നാണ് ഞാൻ അത് റിസീവ് ചെയ്യുന്നത്. അപ്പം നിങ്ങളതിനെ നിന്ദിച്ചാലോ ശ്രദ്ധയില്ലാതിരുന്നാലോ ഒന്നും പേഴ്സണലി എനിക്കത് മാറ്റർ ചെയ്യുന്നില്ല. പക്ഷേ ദൈവമാണ് എന്നിലൂടെ സംസാരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും അത് നിങ്ങളുടെ ആത്മാവിന് നല്ലതല്ല എന്ന് തോന്നുന്നത് കൊണ്ടും ഞാൻ അത് എപ്പോഴും പറയും. നിങ്ങൾ ഇരിക്കുമ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് പോലെ ഇരുന്ന് വേണം. ഞാൻ ധ്യാനത്തിന് പോകുമ്പോൾ പറയും, ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. നമ്മളൊക്കെ ശുശ്രൂഷക്കാരാണ്. ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരമായിട്ട് തന്നെ നിങ്ങളത് എടുക്കണം. അപ്പോഴാണ് ബ്ലെസ്സിങ് വരുന്നത്. അങ്ങനെ നമ്മൾ എടുത്തില്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പം ബ്ലെസ്സിങ് കുറവായിട്ട് വരാം. കാരണം ഇത് ഞാൻ ഡേ 1 തൊട്ട് ദൈവം എന്നെ കാണിച്ചു തരുന്നതാണ്. ഡേ 1 തൊട്ട് ഇതൊന്നും എൻ്റെ മനസ്സിലില്ലാതിരുന്നപ്പം സ്പിരിച്വാലിറ്റിയിൽ വെറും ഒരു ശിശുവായിരുന്ന ദിവസം തൊട്ട് ഇന്ന് വരെയും കർത്താവ് എന്നെ കാണിച്ചു തരുന്നതാണ്. ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ഞാൻ ഈ ധ്യാനമൊക്കെ കൂടി ദൈവത്തിൽ നിന്ന് ഈ വാഗ്ദാനമൊക്കെ കിട്ടി, യെരുശലേമിലും സമരിയായാലും യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തി വരെയും നിൻ്റെ സാക്ഷിയായിരിക്കുമെന്നുള്ള വാഗ്ദാനമൊക്കെ കിട്ടി സന്തോഷത്തോടെ വന്ന് ഒരു പ്രെയർ മീറ്റിങ്ങിന് പോയി. എൻ്റെ അമ്മ പോയപ്പോൾ എന്നെയും കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പം കാഷ്വലായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരമ്മച്ചി എന്നോട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ വചനം ഒന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കുക.
അങ്ങനെ പറയാൻ എന്താ റീസൺ എന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല ഫുള്ളായിട്ട്. പക്ഷെ അവരങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഞാനോർത്ത് ഞാൻ എന്ത് പറയാനാ, ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞൊരു ശീലമില്ല. അങ്ങനെ ദൈവവചനം പറയാമെന്ന് പറഞ്ഞാൽ ചുമ്മാ എഴുന്നേറ്റ് നിന്നപ്പോൾ പറയാൻ പറ്റുമോ? പക്ഷെ ഒരു ധൈര്യം എനിക്ക് കിട്ടി. ഞാൻ ഈ വചനത്തെപ്പറ്റി പെട്ടെന്ന് ഓർത്തു. അപ്പം ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങി. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, ഒത്തിരി കുറവല്ല ഒത്തിരി കൂടുതലുമല്ല, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുമ്പം വലിയ വലിയ കാര്യമൊന്നുമല്ല പറയുന്നത്. ഞാൻ എന്താണോ ധ്യാനത്തിൽ കേട്ടത് അതൊക്കെ എന്നെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ച് തരുക. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് എന്തൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കണം, സ്വർഗസ്ഥനായ പിതാവ് വെച്ച് ക്ഷമയുടെ പാഠങ്ങൾ, ക്ഷമിക്കുന്ന അതൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച്, എല്ലാ മനുഷ്യരും ടച്ചാകുന്നു, എല്ലാവരുടെയും കണ്ണ് നിറയുന്നു, ചില ആൾക്കാരൊക്കെ കരയുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഒരപ്പച്ചൻ, അന്നൊക്കെ ഈ മുണ്ടും ഷർട്ടും ഇട്ടിട്ട് ഈ 2ാം മുണ്ട് പോലെ ഇടത്തില്ലേ ഇങ്ങനെ സൈഡിൽ, പുള്ളി വാവിട്ട് കരഞ്ഞിട്ട് ഈ ഇതെടുത്ത് കണ്ണ് തുടയ്ക്കുക. അപ്പം ഞാൻ ഓർക്കും, എന്താണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഇത്രമാത്രം കരയാൻ എന്താണ് ഞാൻ ഈ പറയുന്നതെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുക. എനിക്ക് ശരിക്കും മനസ്സിലായി, ഹോളി സ്പിരിറ്റാണ് എന്നിലൂടെ സംസാരിക്കുന്ന ആ നിമിഷം. ആ ഹോളി സ്പിരിറ്റാണ് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ആ കണ്ണുനീര്, അവർ ആ ടച്ച് ആവുകയാണ് എന്നെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കൂട്ടത്തിൽ ഒരാൾ മാത്രം, ഒരു വ്യക്തി മാത്രം ഭയങ്കര നോൺ ബോധേഡായിട്ട് പുറത്തോട്ട് നോക്കി ഇരിക്കുവാണ്. അപ്പോൾ ആ ഫേസിൽ നിന്ന് എനിക്ക് വായിക്കാം, ഇവളാരാണ്, ഇവൾ ഒരു ചെറിയ കൊച്ച്, ഹൂ ഇസ് ഷീ എന്നാണ് വിചാരിക്കുന്നത് മനസ്സിൽ. ഇവളാരാണ് ഇതൊക്കെ പറയാൻ, അതൊരു ആൾ കളിക്കാനാണോ, അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കേട്ടോ, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ. അപ്പോൾ അവരിങ്ങനെ ഫുൾ വെളിയിലോട്ട് നോക്കി ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ ഗമയിലിരിക്കുക. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊന്നും ഞാൻ കണ്ടു, എനിക്ക് മനസ്സിലായി. പക്ഷേ അതെനിക്ക് അന്നും മാറ്റർ ചെയ്യുന്നില്ല, ഇന്നും മാറ്റർ ചെയ്യുന്നില്ല. വ്യക്തികളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെനിക്ക് വില തന്നെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. അപ്പം ഞാനിത് കണ്ടു, ഇത് നോട്ടീസ് ചെയ്തു, എനിക്ക് മനസ്സിലായി അവർക്ക് ഇഷ്ടം വന്നില്ല എന്ന്. പക്ഷേ ഐ ലെഫ്റ്റ് ദാറ്റ് ദെയർ. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല. അപ്പം പിറ്റേ ദിവസം സൺഡേ ആണ്. അപ്പോൾ സൺഡേ ഞാൻ പള്ളിയിൽ വരുവാണ്. അപ്പം ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞാൽ നദിയുടെ തീരത്താണ്, അപ്പോൾ ഒരു റിവർ ബാങ്കിലാണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു കടവ് പോലെയുണ്ട്, അവിടെ ഇറങ്ങി കാല് കഴുകിയിട്ട് വന്നിട്ട്, കാലിൽ പൊടിയൊക്കെ പറ്റുമല്ലോ നടന്നു വരുമ്പോൾ, അതൊക്കെ കഴുകി വന്നിട്ടാണ് പള്ളിയിൽ കയറുന്നത്. ഞാൻ കാല് കഴുകിയിട്ട് ഇങ്ങോട്ട് കയറുമ്പം, കടവിൽ നിന്ന് കയറുമ്പം ഈ വ്യക്തിയും ഇറങ്ങുക കാല് കഴുകാനായിട്ട്. ജസ്റ്റ് ചിരിച്ച് കാണിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ പോന്നു. ഞാൻ പള്ളി ഇങ്ങനെ തൊട്ടടുത്താണ്. അപ്പം ഞാനൊരു കുറച്ച് സ്റ്റെപ്പ് വെച്ച് കാണും. സ്റ്റെപ്പ് വെച്ചപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ആൾ ഫുൾ സാരിയെല്ലാം ഫുൾ ഡ്രഞ്ചായി, മുഴുവൻ കുതിർന്നെന്നൊക്കെ പറയുമല്ലേ, വെള്ളം ഇങ്ങനെ മുഴുവൻ ദേഹത്തുനിന്ന് ഉറ്റു വീഴുക. അങ്ങനെ ഡ്രഞ്ചായിട്ട് നടന്നു വരിക. എൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയതാണ്. ഞാൻ അയ്യോ എന്ത് പറ്റി, എന്ത് സംഭവിച്ചു, എൻ്റെ കുഞ്ഞെ എന്താ പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആ കടവിലോട്ട് ഇറങ്ങി ആരാണ്ട് എന്നെ തള്ളിയിട്ടു. തള്ളിയിട്ട ആൾ തന്നെ എന്നെ തിരിച്ച് ഉരുട്ടിക്കയറ്റി. ഈ എക്സാക്ട് വേർഡ്സ് ആണ് പറഞ്ഞത്. എന്നെ ആരോ തള്ളിയിട്ടു, ആ തള്ളിയിട്ട ആൾ തന്നെ എന്നെ തിരിച്ച് ഉരുട്ടിക്കയറ്റി. ആ കയറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ നിമിഷം ജീവിച്ചിരിക്കത്തില്ലായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരി പറഞ്ഞത്. എന്നെ തള്ളിയിട്ട ആൾ തന്നെ ഉരുട്ടിക്കയറ്റി എന്ന് പറഞ്ഞിട്ട് ആകെ എംബരാസ്ഡായി. ആർക്കും ഇഷ്ടമില്ലല്ലോ പള്ളിയിൽ നമ്മളൊരു സൺഡേ മാസിന് വരുമ്പോഴത്തേക്ക് ഫുള്ള് ഡ്രഞ്ചായിട്ട് വന്ന് പള്ളിയിൽ നിൽക്കാനായിട്ട് ആൾ ഭയങ്കര എംബരാസായിട്ട് വരിക. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ പിക്ചർ ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിലൂടെ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് അത് ബാലനാണെന്നോ ഒരു ബാലികയാണെന്നോ അല്ലെങ്കിൽ അവർക്ക് അത്ര എഡ്യൂക്കേഷൻ ഇല്ലെന്നോ എന്തോ ആയിക്കൊള്ളട്ടെ. ദൈവത്തിന് ഒരു കഴുതയിലൂടെ കൂടെ സംസാരിക്കുക അല്ലേ, ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൽ കൂടെയും ദൈവത്തിന് സംസാരിക്കുക അല്ലേ. അപ്പം നമ്മൾ അവരുടെ പ്രായത്തെയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനെയോ അതിനെയൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. അത് ശരിക്കും തെറ്റായിപ്പോയി എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അന്ന് എനിക്ക് കാണിച്ചു തന്നു. പക്ഷേ ഈ ഒരു കാര്യം പിന്നെയും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തിരിച്ചു വരും. ഓരോ വ്യക്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. വീണ്ടും ആൾക്കാർ നമുക്ക് വേണ്ടതായ നമ്മൾ സംസാരിക്കുമ്പോൾ വേണ്ടതായ തന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഓരോ തിരിച്ചടികൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു ശിക്ഷയായിട്ടൊന്നും ഞാൻ പറയുമല്ല, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നെ പഠിപ്പിക്കാനായിട്ട് ദൈവം എന്നെ കാണിച്ചു തരുവാണ്. അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലേ. ഞാൻ സുവിശേഷം പറയുമ്പോൾ, ഞാൻ ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ, വചനമാകുന്ന ദൈവം എന്നിലൂടെ സംസാരിക്കുമ്പോൾ മറ്റാൾക്കാരും അതേ ഇമ്പോർട്ടൻസോടുകൂടി അതിനെ എടുക്കണമെന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കണം. ദൈവം അങ്ങനെ എന്നോട് പറഞ്ഞത്, നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം ഞാൻ എപ്പോഴാണെങ്കിലും
ഏതിന് പോകുമ്പോഴും ഞാനത് പ്രത്യേകമായിട്ട് പറയാറുണ്ട്. ഏത് ധ്യാനത്തിന് പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അതായത് ദൈവമാണ് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വരമാണ് നിങ്ങൾ ശ്രവിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പ്രവാചകൻ എന്ന പോലെ എടുക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലമുണ്ട് നിശ്ചയം എന്ന അല്ലേ. അപ്പം അബ്രഹാമിനോട് പറഞ്ഞൊരു അനുഗ്രഹമുണ്ട്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാനും ശപിക്കുമെന്ന്. അപ്പോൾ ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത് അയച്ചു കഴിയുമ്പോൾ അവരെ നമ്മൾ മറുതലിക്കുകയോ നിന്ദിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മാവിന് നല്ലതല്ല. ഇതിപ്പം ഞാനൊരു ജനറലായിട്ട് അങ്ങ് പറയാം, ഒരു ജനറിക്കായിട്ട് ഒരു കാര്യം അങ്ങ് പറയുവാണ്. അപ്പം ഞാൻ പഠിച്ച ഒരു കാര്യമാണ്, എന്നെ ഡേ 1 തൊട്ട് ഹോളി സ്പിരിറ്റ് പഠിപ്പിച്ച ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ദൈവത്തിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കുമ്പോൾ അത് അർഹതപ്പെട്ട ഒരു ബഹുമാനത്തോടും അതിന് നമ്മളൊരു വില കൊടുക്കണം. അത് പറയുന്നവരും അതുപോലെ തന്നെ ചെയ്യണം അല്ലേ. അതൊരു ധനസമ്പാദന മാർഗമോ ഫെയിം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമോ ആൾ കളിക്കാനുള്ള വേദിയോ ഒന്നുമല്ല. ദൈവത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടി വേണം എന്ന് പറയാൻ. അതെനിക്ക് മനസ്സിൽ ഭയങ്കര ബോധ്യമാണ്. അപ്പം ഞാൻ ഒരിക്കൽ എനിക്ക് അൾത്താരയിൽ പരിശുദ്ധ ബലി കഴിഞ്ഞിട്ട് അൾത്താരയിൽ നിന്ന് സുവിശേഷം പറയാനൊരു അവസരം കിട്ടി. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അൾത്താരയിൽ ദ ഹോളി ഓഫ് ഹോളീസ്, ദ സാങ്ക്ടം സാങ്ക്ടോറം എന്ന് ഞാൻ എപ്പോഴും വിശേഷിപ്പിക്കുന്ന നിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് പറയാനായിട്ടുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല കർത്താവേ, നീ അത് ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പറയുന്നു, അതുകൊണ്ട് നീ പോകണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകത്തില്ല. അതത്ര അതിപരിശുദ്ധമാണ്. അത്രയേറെ ഭയത്തോടും വിറയലോടും കൂടി വേണം നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ വ്യാപരിക്കാൻ. അത്രയും ശരിയാണ്, ഞാൻ പലപ്പോഴും പറയാം അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന്. പക്ഷെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ഭയവും ഒരു വിറയലും ഭയങ്കരമായ സ്നേഹമുണ്ട്. അവൻ എനിക്ക് വേണ്ടി സഹിച്ച പാടുപീടകളും അവൻ കടന്നുപോയ അഗ്നി വേദനയും എല്ലാം എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അപ്പം ആ ഒരു ഭയത്തോടും ആ ഒരു വിറയലോടും കൂടിയാണ് ഞാൻ ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ കേൾക്കുന്നവരും എടുക്കണം. ഇതിപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുക, ഏതൊരു ഹോളി സ്പിരിറ്റ് നിറഞ്ഞ വ്യക്തി സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആറ്റിറ്റ്യൂഡ് അതായിരിക്കണം. അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ് കേട്ടോ. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി, എനിക്ക് ബഹുമാനം കിട്ടാനോ അല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ആ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, അതവർക്കൊരു ബ്ലെസ്സിങ് കുറവാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നിങ്ങൾ ഓരോരുത്തരുമായിട്ട് ഷെയർ ചെയ്യാം ഓരോ ക്ലാസ്സിൽ. അപ്പം ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. God bless you all. Thank you.